നമ്മൾ ഈ അക്രമത്തിന് ലഹരിക്കുമെതിരെയുള്ള വാർത്ത അല്ലെങ്കിൽ അതിന്റെ സന്ദേശവുമായി നടക്കുന്ന യാത്രയുടെ ഇന്നത്തെ ദിവസത്തെ പര്യടനം തുടങ്ങുന്നത് തന്നെ ഒരു അക്രമവുമായി ബന്ധപ്പെട്ട് കൊല്ലത്തുനിന്ന് ഒരു ക്രൂര കൊലപാതകത്തിന്റെ വാർത്തയോടെയാണ്. എസ്കൻ അറിഞ്ഞു കാണുമല്ലോ അതിന്റെ വിവരങ്ങൾ, അല്ലേ? ഗുഡ് മോർണിംഗ് വിജയകുമാരൻ, ഉന്മേഷ് ശിവരാമൻ. ഞാൻ എത്തിക്കഴിഞ്ഞു നിമിഷങ്ങൾക്കകം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെയുള്ള വാർത്തകളൊക്കെ നമുക്ക് അത്ര സുഖം പകരുന്ന വാർത്തകളല്ല. കരുനാഗപ്പള്ളിയിൽ നിന്നും വവ്വക്കാവിൽ നിന്നുമൊക്കെ അക്രമത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയൊക്കെ വാർത്ത വരികയാണ്. അപ്പോൾ അതിരാവിലെ തന്നെ ജിം സന്തോഷ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത വായിച്ചാണ് 24-ന്റെ തുടക്കം. ഈ അക്രമത്തിനും അതേപോലെ ലഹരി പതയുന്ന നിമിഷങ്ങളിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുവാനും അതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങളുമൊക്കെ ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ നമ്മൾ നടത്തുന്ന 30 ദിവസം നീളുന്ന യാത്ര ഇന്ന് ഇടുക്കിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് 11ാം ദിവസമാണ് ഈ യാത്ര. എന്തായാലും എന്നോടുള്ള ചങ്ങാത്തം പ്രഖ്യാപിക്കാനും ഈ ഇതിൽ അണിചേരാനുമായിട്ട് ഒരു സ്കേറ്റിംഗ് ടീം നമ്മുടെ വണ്ടിക്ക് മുന്നിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ അല്ലെങ്കിൽ ഞാൻ കാറിൽ നിന്ന് കുറച്ച് മുമ്പേ പുറത്തിറങ്ങിയേനെ. അവർ സമ്മതിച്ചില്ല പുറത്തിറങ്ങാൻ. അവർ പറയുന്നത് ഞങ്ങൾക്ക് പിന്നാലെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് സ്കേറ്റിംഗ് ടീം തൊടുപുഴയിൽ നമ്മളുടെ ഈ പരിപാടി തൊടുപുഴയിലാണ് നടത്തുന്നത്. അപ്പോൾ സ്കേറ്റിംഗ് ടീമിൻ്റെ പിന്നാലെ ഒരു വണ്ടിയിൽ ഞാനും ഉണ്ട്. ഈ വണ്ടി നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. എന്തായാലും ഇടുക്കിയിലെ ജനങ്ങൾക്കും ഒരുപാട് താല്പര്യമുള്ളൊരു വിഷയമാണ് നമ്മുടെ ജനശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവരുന്നത്. വിജയകുമാർ, അവിടെ ഇപ്പം എന്താ സംഭവിക്കുന്നത്? കുറച്ച് അധികം ആൾക്കാർ എത്തിയിട്ടുണ്ടല്ലോ അവിടെ. നമ്മൾ നിൽക്കുന്നത് ഈ തൊടുപുഴയിലെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ രാവിലെ തന്നെ നല്ല ജനത്തിരക്കുള്ള ഒരു ബസ് സ്റ്റാൻഡാണ്. ആളുകൾ എത്തുന്നുണ്ട്. എന്നോടൊപ്പം തൊടുപുഴയുടെ പ്രിയപുത്രനാണ് ഡോക്ടർ ഉന്മേഷ് ശിവരാമനാണ് നമ്മളുടെ കൂടെ ഇന്ന് മോർണിംഗ് ഷോയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഉന്മേഷിന് ഒരു പക്ഷേ ഈ സ്ഥലത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും ഒക്കെ ഉന്മേഷിന് ഒരു പക്ഷേ തൊടുപുഴയുടെ പ്രാധാന്യമൊക്കെ കുറച്ചുകൂടി വിശദീകരിക്കാൻ കഴിയും. ഉന്മേഷ്, നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങുന്നത് തൊടുപുഴ തന്നെയാണല്ലേ? യഥാർത്ഥത്തിൽ ഇടുക്കിയുടെ ഒരു ഹൈറേഞ്ചിന്റെ കവാടമാണ്. ഹൈറേഞ്ചിന്റെ കവാടമുണ്ട്. രണ്ട് തരത്തിൽ സ്വഭാവമുണ്ട് ഇടുക്കി ജില്ലയ്ക്ക്. ഒന്ന് അത് ലോ റേഞ്ച് പ്രദേശമാണ്, മറ്റൊന്ന് ഹൈ റേഞ്ച് ആണ്. ഈ തൊടുപുഴ മേഖല എന്ന് പറഞ്ഞാൽ എൻ്റെ ലോ റേഞ്ച് പ്രദേശമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഹൈ റേഞ്ചിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. പിന്നെ ഈ സ്റ്റാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യകാലത്ത് ഇതായിരുന്നില്ല തൊടുപുഴയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അത് ടൗണിൻ്റെ കേന്ദ്രത്തിൽ തന്നെയായിരുന്നു. പിന്നീടാണ് ഇങ്ങോട്ടേക്ക് ഈ ബസ് സ്റ്റാൻഡ് മാറ്റുന്നത്. അങ്ങനെ വലിയ സൗകര്യങ്ങളോട് കൂടി ഒരു സ്റ്റാൻഡായി പിന്നീട് ഇത് മാറുകയായിരുന്നു. അതാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ തൊടുപുഴയിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നു. എസ്കൻ അല്ലേ ഇവിടെ വന്ന് ചേരുന്നുണ്ട്. എസ്കൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എസ്കനെ സ്വീകരിക്കാനായിട്ട് തൊടുപുഴയിൽ ആളുകളൊക്കെ ഇപ്പോൾ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. സ്കേറ്റിംഗ് ടീം അവരും അവിടെ എസ്കൻ്റെ വാഹനത്തിന് മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു, എസ്കൻ സൂചിപ്പിച്ച പോലെ തന്നെ. അപ്പോൾ നമ്മൾ തൊടുപുഴയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ അതിൻ്റെ ആദ്യ സ്വീകരണ സ്ഥലം എന്ന് പറയുന്ന തൊടുപുഴയിലും വലിയ സ്വീകരണമാണ് തുടക്കത്തിൽ തന്നെ ഈ യാത്രയ്ക്ക് ലഭിക്കുന്നത്. ഈ യാത്ര കടന്നു വന്ന ഇടങ്ങളിലൊക്കെ വലിയ കൂട്ടായ്മ നമുക്ക് പിന്തുണയുമായി എത്തിയിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് തൊടുപുഴയിലും പ്രകടമാകുന്നത്. നല്ല വിജയകുമാർ, അത് നമ്മൾ ഈ യാത്ര അതിൻ്റെ 11ാം ദിവസമാണ് ഇപ്പോൾ തൊടുപുഴയിലേക്ക് എത്തിയിരിക്കുന്നത്. 11ാം ദിവസത്തെ പര്യടനമാണ് തൊടുപുഴയിലെ ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്നത്. സ്കെയിൻ, അവിടെ ഒരു വലിയ സംഘം ആളുകളെ ഞങ്ങൾക്ക് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. സ്കെയിനൊപ്പം എന്താണ് പൊതുവെ നമ്മളുടെ ഈ യാത്രയുടെ തുടക്കത്തിൽ, ഇടുക്കിയിലെ യാത്രയുടെ തുടക്കത്തിൽ അവർക്ക് പങ്കുവയ്ക്കാനുള്ളത്? സ്കെയിൻ, മോർണിംഗ് ടു ഓൾ ഓഫ് യു. നിങ്ങളെല്ലാവരും വളരെ രാവിലെ തന്നെ ഇവിടെ എത്തി, സന്തോഷം. അപ്പോൾ സ്കേറ്റിംഗ് ടീം എവിടുന്നാ നിങ്ങൾ? കുട്ടികളാണ്. ഇടുക്കി ജില്ലാ റോൾ ബോൾ അസോസിയേഷന്റെ അല്ലേ? എവിടെ? തൊടുപുഴയാണോ കേന്ദ്രം? തൊടുപുഴയാണ് കേന്ദ്രം. ഇടുക്കിയിലെ 18ഓളം സ്കൂളുകളിലുണ്ട്. ഗവൺമെന്റ് സ്കൂളിലും ഉണ്ട്, CBSE എല്ലാം ഉണ്ട്. ഞങ്ങളുടെ പേര് സൽജൻ തോമസ്. തൊടുപുഴയാണ് ഒരു അസോസിയേഷന്റെ ഭാഗമായിട്ട് വന്നതാണ്. മുനിസിപ്പൽ കൗൺസിലർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ. മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി.